अस्सलाम वालेकुम। वालेकुम अस्सलाम। कैफल हाल? زين الحمد لله. ما اسمك؟ اسمي أنيو. في أي صف أنت؟ في صف خامس. അൻവർ എങ്ങനെയുണ്ട്? അടിപൊളി. ഈ ഫാമിലി പരിചയപ്പെടുത്തണ്ടേ? ഈ ഫാമിലി പരിചയപ്പെടണം. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറി. ഈ സ്ഥലം ഏതാ പറഞ്ഞു കൊടുക്കൂ? മങ്കട പള്ളിപ്പുറത്തെ ഒരു സൂപ്പർ ഫാമിലിയെ പരിചയപ്പെടുത്തുന്നു. ഇവർ മാത്രമല്ല, ഇവരുടെ പാരൻസും പിന്നെ അച്ചമ്മയൊക്കെ വരാല്ലേ നമുക്ക്. എല്ലാവരും ക്ഷണിക്കുന്നതിന് മുന്നേ ഈ കുട്ടി നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പേര് പറഞ്ഞു കൊടുക്കൂ. എൻ്റെ പേര് അരുന്ധതി. ഇപ്പം എന്തിനാ പത്രത്തിൽ വാർത്തകളൊക്കെ നിറഞ്ഞു? ഒന്ന് പറഞ്ഞു കൊടുത്തേ പ്രേക്ഷകർക്ക്. ഇപ്പോൾ +2 റിസൾട്ട് വന്നു. അതിൽ അറബിയിൽ 200 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുൾ എ പ്ലസ് ഉണ്ട്. അത് നോക്കിയേ, അതെന്ത് സംഭവം എന്ന് പറയാം. അറബിക്കിൽ ഫുൾ മാർക്ക്, ഫുൾ A+. അതിലുപരി അപ്പോൾ ഇതിനിടയിൽ ഒരു ഓക്കെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. യെസ്, താങ്ക് യു. ഈ മിടുക്കി മോളെ പേരെന്താ? പിന്നെ ഇവര് അൻവറെ ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്താൻ പറഞ്ഞു. ശ്രദ്ധിച്ചില്ലേ? അതാണ് നമ്മളെ നാടിന്റെ പ്രത്യേകത അല്ലേ. ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ ഇവർ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫൈസലിന് ഓർമ്മല്ലേ, ഞങ്ങളിവിടെ നമ്മുടെ മേത്തർകോവിൽ ക്ഷേത്രം ക്ലീനിങ്ങിന് ഞങ്ങൾ വന്നിരുന്നു. നമ്മൾ ഫൈസലിന്റെ നേതൃത്വത്തിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്മാർട്ടിന്റെ നേതൃത്വത്തിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു സൗഹാർദ്ദം ഞങ്ങളെ നാടിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണത്. അങ്ങനത്തെ ഒരു സൗഹാർദ്ദം നിങ്ങളെ നാട്ടിൽ മാത്രമല്ല, ഞങ്ങൾ പടിഞ്ഞാറ്റുമുറി മാത്രമല്ല, നമ്മളെ കോട്ടക്കലും മലപ്പുറത്തും തന്നെയാണ് അല്ലേ. ഇങ്ങനെ സൗഹാർദ്ദത്തിൽ പോവാണ്. അപ്പൊ നമുക്ക് ഇവളെ അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തണം. കാരണം ഇവൾക്ക് അറബിക്കിൽ ടഫുള്ള ഒരു സബ്ജക്റ്റ്, ഭാഷ ഫസ്റ്റ് ലാംഗ്വേജ് എടുത്തു. മുന്നേ തന്നെ 1ാം ക്ലാസ് മുതൽ തുടങ്ങി താല്പര്യം. പക്ഷേ ഈ കുട്ടീൻ്റെ പ്രത്യേകത എന്താ പറയുക, ഈ കുട്ടി എനിക്ക് തോന്നുന്നത് ശാസ്ത്രമേളയിൽ, സ്കൂൾ കലോത്സവങ്ങളിൽ, കേരളോത്സവങ്ങളിൽ, ഗണിതശാസ്ത്രമേളയിൽ, പിന്നെ പ്രത്യേകിച്ച് നൃത്തത്തിൽ, അവിടെ ഒരുപാട് ചിത്രം വരയ്ക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഇവരെ പാരൻസിന് ഒരുപാട് സംഗതികളുണ്ട്. ആദ്യം അറബി വിശേഷം ചോദിച്ചിട്ട് ഈ മിടുക്കിയെ നമുക്കൊന്ന് മൊത്തത്തിൽ പറയാം. അറബി എത്രാം ക്ലാസ്സിൽ മുതൽ ഉണ്ട്? 1ാം ക്ലാസ് മുതൽ പഠിക്കാൻ. എങ്ങനെ ഇതിലേക്ക് എത്തിയത്? അത് അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നു ഒരു പുതിയ ഭാഷ പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ഭാഷ എടുത്തു. പിന്നെ അതിന് 5ാം ക്ലാസ് എത്തിയപ്പോൾ പിന്നെ ഫുൾ ഈസി ആയി. അപ്പം അങ്ങനെ തുടർന്ന് പോകാൻ തന്നെ പിന്നെ അതങ്ങനെ തുടർന്ന് 4 വരെ ട്യൂഷൻ പോയിരുന്നു. ഇവിടെ അടുത്തുള്ളൊരു താത്ത ഉണ്ടായിരുന്നു, സഫിയ താത്ത ട്യൂഷൻ പറഞ്ഞു ബേസ് ഇട്ടാനും. പിന്നെ അതിന്റെ ശേഷം ട്യൂഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അതുവരെ ഉണ്ടായിട്ടുള്ള ട്യൂഷൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്വയം ഞാനും പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സും ആണ്. ആണോ? ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന്? ഇവിടെ പള്ളിപ്പുറത്ത് തന്നെ. ആണല്ലേ. അപ്പോൾ 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ പിന്നെ SLC ഒക്കെ ആകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, A+ അറബിയിൽ മാത്രം നഷ്ടപ്പെടുമോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രശ്നമില്ലല്ലേ. ഏറ്റവും ഈസി ആയിട്ടുള്ള വിഷയം അറബിയായിരുന്നു. അറബി. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഇപ്പോൾ ഇത് അനിയത്തി, ഇത് അനിയന്, നിങ്ങൾ 3 മക്കളാണ്. അപ്പം പാരൻസിനൊന്ന് വിളിക്കാം. എങ്ങനെ ഇവർക്കും അറബി? ഇപ്പോൾ എത്രയിലാണ് മോള് പഠിക്കണേ? 3. ഇവള് നല്ല മിടുക്കിയാട്ടാ, സ്മാർട്ട്. ഇയാൾ എത്രയിലാ? 4. എങ്ങനെ ഇവർക്കൊക്കെ അറബി ടച്ച് ഉണ്ടല്ലോ, സംസാരിക്കുന്നു. സ്റ്റാർട്ടിങ് നമ്മൾ ആദ്യം സംസാരത്തിൽ തുടങ്ങി, അതെങ്ങനെ? അത് ഇവർക്ക് ഞാൻ അറബി എടുത്തിട്ടാണല്ലോ, അപ്പോൾ അവരും എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങി. ഫുൾ മാർക്ക് കുറച്ച് കിട്ടൽ അങ്ങനെ ഇതല്ലേ അല്ലേ അൻവർ മാഷേ? അതെങ്ങനെ കിട്ടി? ഫുൾ A+ കിട്ടിയാൽ ഫുൾ മാർക്ക് അറബിയിൽ. അതല്ല ഇപ്പോൾ അതിൽ ഈ വീഡിയോ ചെയ്യാൻ തന്നെ അതിൻ്റെ സീക്രട്ട് എന്താ? സീക്രട്ട് എന്താ വെച്ചാൽ +2 കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടുമോ എന്നുള്ളത്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ മാർക്ക് ഉണ്ട്. അടുത്ത പരിപാടി എന്താ? ഞാൻ അടുത്ത ഡിഗ്രി അറബി എടുക്കണം. ലക്ഷ്യം എന്താ? എയിം ഉണ്ടാവുമല്ലോ ഒരു എയിം. അത് ഒരു ലെക്ചറർ ആവണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സിവിൽ സർവീസും ഉണ്ട്. നോക്കണം, കിട്ടാൻ സാധ്യത ഉണ്ട്. മുഖത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിനെ ട്രൈ ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ പാരൻസിനെ വിളിക്കുന്നതിന് മുന്നേ ഒരൊറ്റ ചോദ്യം കൂടെ. ഒരുപാട് മെമൻറ്റോസ് ഉണ്ട് ഇവിടെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറും പഠനം മാത്രമല്ല, എന്തൊക്കെ ചെയ്യുന്നു അതും കൂടെ ഒന്ന് പറഞ്ഞേ. ഞാൻ ഡാൻസ് കളിക്കും, ക്ലാസിക്കൽ, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, പിന്നെ UP ആയിരുന്നു, നാടോനൃത്തം കളിച്ചായിരുന്നു. പിന്നെ മോണാക്ട്, അങ്ങനെ സംഘഗാനം, ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. എല്ലാം ചെയ്യും. പിന്നെ ശാസ്ത്രമേളയിലും പോയിട്ടുണ്ട്. പൊതുവെ ചിലപ്പോൾ ചില ആൾ ഞങ്ങൾ ടീച്ചേഴ്സാണല്ലോ, ക്യാമറ എടുക്കണ ഷാവൽ മാഷും ടീച്ചറാണ്. ചില കുട്ടികളൊക്കെ വെറും പഠനം മാത്രം, ചില ആളുകൾ
ഈ എക്സ്ട്രാ നൃത്തത്തിനോ അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ കരിക്കുലറിനൊക്കെ പോയി കഴിഞ്ഞാൽ പഠനം പ്രയാസമാവും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. അതെന്താ പറയാൻ കാരണം? പഠനത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോവാ, ഡാൻസും മറ്റേതൊക്കെ. ഓക്കെ, ഗ്രേറ്റ്. എന്താ ഇഷ്ടം? എന്താവാനാ ഇഷ്ടം? എന്തേലാവണം, അങ്ങനെ തന്നെ വേണ്ടത്. ആയിക്കോട്ടെ, കറക്റ്റർ ആവണം. ഓക്കെ. ഇനി നമുക്ക് പാരൻസിനെ ക്ഷണിക്കല്ലേ. ഇയാളുടെ സക്സസ്സിൽ ആരാ മെയിൻ സ്വാധീനം ആരൊക്കെയുണ്ട്? രണ്ടാളുണ്ട്. ആരൊക്കെയാണ്? അച്ഛനും അമ്മയും അച്ഛമ്മയുണ്ട്. ബാരി ബാസിത്ത് വാലിന ഹദി മാജിദ് ഹദീന ബാരി ബാസിത്ത് വാലിന. അച്ഛൻ്റെ സ്വാധീനം ഉണ്ട്. വരി. ഇത് പേരെന്തായിരുന്നു? എൻ്റെ പേര് സുരേഷ്. എന്താ ചെയ്യുന്നത്? ഞാൻ EMS ആശുപത്രിയിൽ പ്ലംബറാണ്. വരി. നിങ്ങളുടെ അമ്മയാണിത്. എന്താ പേര്? സുമിത്ര. ഓക്കെ. ഹാപ്പിയാണ്. എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. എന്താ പറയാനുള്ളത്, സന്തോഷമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിൽ ആദ്യമേ നിങ്ങളോട് സന്തോഷം പറയട്ടെ. പിന്നെ നമ്മളെ ഫസ്റ്റ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മളെ പത്ര കട്ടിങ് ആണല്ലോ. ആ പത്ര കട്ടിങ്ങിൽ മാഷിങ്ങനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞ നമ്മളെ +2 സാറ് റിയാസ് മാഷ്, അതൊക്കും നല്ലൊരു മഴ അതേപോലെ ഇങ്ങോട്ട് പോയി ക്യാമറ കട്ട് ചെയ്യണം ചേട്ടാ. നമ്മുടെ വീഡിയോന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഇവിടെ നിൽക്കല്ലേ? ഓക്കെ. അച്ഛമ്മ പക്ഷോലെ നിങ്ങൾ ഇങ്ങോട്ട് വരി. ഒരാളെ വരി, ഇങ്ങോട്ട്. പിന്നെ ഇത് ഇതല്ലേ മോള് പരിചയപ്പെടുത്ത്. ഇത് അച്ഛമ്മ. ഓക്കെ. ഹാപ്പിയാണ് അച്ഛമ്മ? പേരക്കുട്ടി നല്ലതാണ്. നിങ്ങൾക്ക് സന്തോഷവും സങ്കടവും? സങ്കടമൊക്കെ ഉണ്ട്. അതെന്തിനാ? സങ്കടച്ച അച്ഛനാണ് ഓളെ നല്ല നോക്കിയിരിക്കുന്നത്. അപ്പൊ അച്ഛനതൊന്നും കാണാനും കുടിക്കാനൊന്നും പറ്റാത്തതിന് ഭയങ്കര വേദന ഉണ്ട്. നല്ല സ്നേഹമാണ് അല്ലേ? അങ്ങനത്തെ എന്താണ് ഗ്രാൻഡ് മദറെ കുറിച്ച് പറയാനുള്ളത്? അച്ഛമ്മ എല്ലാ കാര്യത്തിനും, ഡാൻസ് ആണെങ്കിലും എന്ത് സംഭവം നമ്മൾ പ്രൈസ് വാങ്ങി വന്നാൽ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനത്തെ അച്ഛന്മാരല്ലേ വേണ്ടത് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പറയാം. അമ്മ പറഞ്ഞോളൂ, എന്നിട്ട് അച്ഛനിലേക്ക് പോവാം. പറയാനുള്ളത് എന്താ വെച്ചാൽ അവൾക്ക് ഇങ്ങനെ ഫുൾ A+ ഒക്കെ കിട്ടി. അപ്പോൾ അറബിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ തുടക്കം മുതൽ ഒരു ഭാഷ പഠിക്കുക എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോയത്. പിന്നെ അവർക്ക് 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ USS കിട്ടിയപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ് ആയത്. കാരണം അർത്ഥങ്ങൾ കുറച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ 1ൽ അവളെ പഠിപ്പിച്ചത് അവസത്ത് ടീച്ചറായിരുന്നു. ട്യൂഷന് സമയത്ത് അവിടെ വീട്ടിൽ ഇവിടെ ഇരുന്ന് കൊടുക്കുമായിരുന്നു. അവിടെ ഇരുന്നാണ് കൊടുത്തത്. പിന്നെ സ്കൂളിലെ അറബി ടീച്ചേഴ്സ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ പള്ളിപ്പ സ്കൂളിലെ മൊത്തം ടീച്ചേഴ്സ് അവളെ നല്ല എല്ലാ ടീച്ചേഴ്സും, ക്ലാസ് ടീച്ചറും വേറുള്ള ഇത്. പിന്നെ ഒരു സാറുണ്ടായിരുന്നു മുഹമ്മദ് മാഷ്. അവരെ വീട്ടിൽ ഒരു ദിവസം വിളിച്ചിട്ട് തന്നെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും സപ്പോർട്ട് തരും, വരെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല. നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ എന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോ +2 എക്സാം കഴിഞ്ഞിട്ടായിരുന്നു വന്നത്. നല്ലപോലെ സംസാരിക്കണ്ട അമ്മ. പിന്നെ ടീച്ചർ ഒരു ഇത് കിട്ടുന്നുണ്ട് സംസാരത്തിലേ. ഇനി അച്ഛന് വേറെ ഗ്രേറ്റ് മാൻ ഇവിടെ ഉണ്ട് കേട്ടോ. വലിയ മനുഷ്യണ്ട്. പറയാളൊക്കെ പറഞ്ഞോട്ടെ. അല്ല അച്ഛന് നിങ്ങളൊന്നും സങ്കടം വരുന്നുണ്ടോ? അല്ല, എനിക്ക് സങ്കടം വരുന്നില്ല. പിന്നെ അച്ഛന് പ്രത്യേകത എന്താ അറിയോ? പിന്നെ പഴയ പ്രീ ഡിഗ്രിയാണ്. മാത്സിന്റെ പുലിയാണ് കേട്ടോ. മാത്സിൽ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലോ. മറ്റേ ഈ ഗണിതശാസ്ത്രം എന്താ സഹായിക്കാറുള്ളത്? ജോമെട്രിക്കൽ ചാർട്ട് അറിയാൻ. അതെങ്ങനെ നിങ്ങൾ പിന്നെ അന്ന് കോളേജ് നിർത്തിയോട് കൂടി ടച്ചൊക്കെ പോയല്ലോ. പക്ഷെ എങ്ങനെ സാധിക്കുന്നു? കുട്ടിയെ ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും ഒക്കെ വിന്നർ ആവാൻ, ഫസ്റ്റ് കിട്ടാനൊക്കെ നിങ്ങളുടെ സ്വാധീനം ഉണ്ട് എന്നാണ് നിങ്ങളുടെ വൈഫും പറഞ്ഞത്. അതെങ്ങനെ? അത് ഞാനൊരു ദിവസം സ്കൂളിൽ പോയപ്പോഴേ സ്കൂളിൽ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ വരച്ച് കണ്ടു. അപ്പോൾ ടീച്ചറോട് ചോദിച്ചത് എന്താണ് സംഭവം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ജോമെട്രിക്കൽ ചാർട്ട്, ഇത് ശാസ്ത്രമേളക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനത് കണ്ടുവന്ന് എൻ്റെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ അപ്പോൾ അവിടെ തന്നെ തെളിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ മോളെ ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അങ്ങനെ അവൾ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്കൂളിൽ 4ാം ക്ലാസ് മുതൽ ഈ ജോമെട്രിക്കൽ ചാർട്ടിൽ സബ് ജില്ല മുതൽ സബ് ജില്ലയിൽ ഫസ്റ്റ് ഈ +2 വരെ. അതിൽ 2 തവണ ഒഴിവായത് ആ കോവിഡിൻ്റെ സമയത്ത് 2 സമയം മാത്രമാണ് അതിൽ ആ ഫസ്റ്റ് കിട്ടാതെ പോയത്. അങ്ങനെ UP-ൽ ഒരു തവണ സ്റ്റേറ്റ് വരെ പോയി. സ്റ്റേറ്റിൽ A ഗ്രേഡ് വരെ വാങ്ങി. അതിൽ ഏറെ സന്തോഷം നൽകുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് സാധിക്കാതെ പോയത് മോളെ കൊണ്ട് സാധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തൊരു ഡിസൈനിലാണ് ആ ചിത്രത്തിന് ഫസ്റ്റ് സ്റ്റേറ്റ് വരെ പോയത്. അങ്ങനെ ആ ഒരു പരിപാടിയിൽ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ നാട്ടുകാർ വളരെ ഗംഭീരമായിട്ടുള്ള സ്വീകരണം, അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. സന്തോഷമായി. കാരണം ഞാൻ ചെയ്തൊരു ഡിസൈനിലാണ് സ്റ്റേറ്റിൽ വരെ മോള് പോയിട്ട്
വന്നത് എന്നുള്ളത്. അടിപൊളി, ഏതായാലും സന്തോഷം. പിന്നെ എന്ത് തോന്നുന്നു, ഇപ്പോൾ അറബിക്ക് ഒരു ഡിഫിക്കൽട്ട് ലാംഗ്വേജ്, ബട്ട് നിങ്ങളുടെ കുട്ടി ബേസ് മാത്രം ട്യൂഷൻ, അതിന് ശേഷം ഫുൾ മാർക്ക് ഇപ്പം സ്കോർ ചെയ്തിരിക്കുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാനൊരു ഭാഷ പഠിക്കുക, അതായത് നമ്മൾ എപ്പോഴും ഒരു പുരോഗമന ചിന്താഗതിയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തിൽ നമ്മളെ കുട്ടികളെയും കൂടെ, അതായത് നമ്മൾ ഒരു സംസാരത്തിൽ മാത്രം പോരാ, ഇത് പ്രവൃത്തിയിലൂടെ ഈ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഭാഷ പഠിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് ഒരു 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയപ്പോഴാണ് നാട്ടുകാർ മൊത്തം ഈ സംഭവം അറിയുന്നത്. പക്ഷേ അതിന് മുമ്പേ അറിയാം ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ, സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യുവജനോത്സവങ്ങളിൽ കുട്ടീനെ സ്റ്റേജിലൊക്കെ കയറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് തുടർന്ന് പഠിക്കാനുള്ള ആ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയോടുകൂടി, അറബിയിലും ഉൾപ്പെടെ A+ കിട്ടിയോടുകൂടി എന്തായി, അത് തുടർന്ന് പോകാന്നുള്ളത്. അപ്പോഴാണ് നമ്മളെ അധ്യാപകരും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു തരുന്നത് ഈ അറബി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്, ജോലി സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഇനി തുടർന്ന് അറബി എടുത്ത് പോവുക. അതിൽ കൂട്ടത്തിൽ മോളെ ആഗ്രഹം, വേറൊരു ആഗ്രഹം കൂടെ ഉണ്ട്, അതുകൂടെ നല്ലൊരു കളക്ടർ നമ്മുടെ നാട്ടിൽ നിന്ന് വരട്ടെ, ആഗ്രഹമുണ്ട്. ആഗ്രഹമാവട്ടെ. അതെ, നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ഈ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അച്ഛനൊരു സോഷ്യൽ വർക്കറും കൂടെ തോന്നുന്നുണ്ടല്ലേ? അല്ലേ? നമ്മുടെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ജനകീയ മുഖം ഉണ്ട് അല്ലേ, എല്ലാവരും സ്വീകരിക്കുന്ന ഒരാളാണല്ലേ, അതേപോലെ ആവാൻ ആഗ്രഹം. അങ്ങനെ എന്താ ഇനി പറയാനുള്ളത്, സന്തോഷം. ഇങ്ങനെയൊക്കെ വിജയിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്താ നമ്മൾ പറയുന്നത്, എന്താ ഒരുപാട് അഭിമാനം. ഞാൻ ഈ പേരിന്ന് പത്രത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കേട്ട് പരിചയമുള്ള പേര്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പഞ്ചായത്തിൻ്റെ കേരളോത്സവം നടക്കുമ്പോൾ അതിൻ്റെ എൻട്രി സ്വീകരിക്കലും അതിൻ്റെ ചെറിയൊരു ചാർജ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കേട്ട് പരിചയമുള്ള പേരാണിത്. അപ്പോൾ ഈ ഒരുപാട് ഇനങ്ങൾ മോള് പറഞ്ഞല്ലോ, അതുകൊണ്ട് വളരെ സന്തോഷം തോന്നുകയാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ള ഒരു കുട്ടിയാണ്, ഒരുപാട് സന്തോഷം. ഷാൽ സാർ എന്ത് തോന്നുന്നു? വളരെ അത്ഭുതമായി തോന്നുന്നു. കാരണം നല്ല കറക്റ്റായിട്ട് ഉച്ചാരണം വളരെ ക്ലിയർ ആയിട്ടാണ് അറബിയിൽ അവൾ ചോദിച്ചത്. അവളുടെ ബ്രദേഴ്സിനോട് സിസ്റ്ററിനോടൊക്കെ അവർ നല്ല സ്മാർട്ടായിട്ട് ആൻസർ പറഞ്ഞ് ആ ഭാഷ ശരിക്കും അവർ പിന്നെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലായി. നന്നായിട്ടുണ്ട് അവർ. അടിപൊളിയല്ലേ? ഉയരങ്ങളിൽ എത്തട്ടെ, എല്ലാവിധ പ്രാർത്ഥനയുണ്ട്. അടിപൊളി. നിങ്ങൾക്ക് എന്താ പറയണ്ടോ? ഇല്ലല്ലോ, എന്താ പറഞ്ഞോ? അച്ഛൻ ഏട്ടന് ജില്ലക്ക് വേണ്ടിട്ടൊരു വയറിങ് ചെയ്ത് കൊടുത്തിരുന്നു. ഏട്ടൻ പിന്നെ ജില്ലക്ക് പോയതോ A ഗ്രേഡ് കിട്ടിയേട്ടൻ. അച്ഛൻ ഉഷാറല്ലേ, ആള് സംഭവം. അച്ഛൻ പിന്നെ നല്ല ചിത്രം വരയും. ഞാൻ ഈ മേലത്തെ റൂമുണ്ട് ചേച്ചി കിടക്കണേ, അവിടെ നിന്ന് നോക്കിയപ്പോ ഉണ്ട് അവിടെ ഒരു അറണ്ട്, അത് തുറക്കാൻ കഴിയില്ല, നല്ല വലിച്ചപ്പോൾ തുറന്നു. അവിടെ ഒരു പഴയ ബുക്ക്, അത് നോക്കിയപ്പോ ഉണ്ട് അവിടെ മമ്മൂട്ടി പോലീസിന്റെ ഒരു വേഷം ഇട്ടിക്കണ അടിപൊളി ചിത്രം. ഇത് എൻ്റെ സാധേട്ടൻ. എന്താ ഞങ്ങൾ ഭയങ്കര അഭിമാനമാണ്. SLC-ലും ഫുൾ A+ ചെയ്യുന്നു, അന്നും അറബിക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ +2 കിട്ടി. ഇപ്പോൾ വീട്ടിലും കുടുംബത്തിനും നാട്ടിലെല്ലാവർക്കും നല്ല അഭിമാനമാണ്. ഏത് ഇതിലും മേഖലയിലും പിന്നെ സ്കൂളിലായാലും പിന്നെ കലാപരമായിട്ടും ഒക്കെ ഉന്നത വിജയം നേടുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അനിയത്തിയാണ്, നല്ല അഭിമാനമാണ് ഈ നിമിഷം.